നമസ്കാരം. നമസ്തേ. ഇറാന്റെ അറാഷ് ഇപ്പം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി ആവുന്നുണ്ട്. അപ്പം അമേരിക്കയുടെ പല മിസൈലുകളും താഴെ ഇടുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകളെല്ലാം പുറത്തു വരുന്നുണ്ട്. അപ്പം എന്താണ് ഇതിന്റെ പ്രത്യേകത? എന്തുകൊണ്ടാണ് അമേരിക്കയെ പോലുള്ള വലിയൊരു രാജ്യത്തിന് ഇത്തരത്തിലുള്ള ഒരു വലിയ തിരിച്ചടി നേരിടാനുള്ള പ്രധാന കാരണം? ഇറാന് ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ MQ-9 റീപ്പർ എന്ന ഡ്രോണ് അത് വെടിവെച്ചിട്ടു. ഉം. അത് പലരെയും ഞെട്ടിച്ചു. അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയ്ക്ക് അത് വലിയൊരു തിരിച്ചടിയാണ്. MQ-9 റീപ്പർ ഡ്രോൺ എന്നത് ഏറ്റവും ആധുനികമായിട്ടുള്ള ഡ്രോണാണ് അമേരിക്കയുടേത്. അത് ഒരു ഡ്രോണിന് വിമാനത്തിനേക്കാൾ ചെലവ് വരും. അതാണ് അമേരിക്കയുടെ ഡ്രോണുകളുടെ ഒരു പരിമിതി. അതിൻ്റെ എക്കണോമിക്സ് അത് ഒരു ഡ്രോണിന്റെ എക്കണോമിക്സ് അല്ല, ഒരു ഫൈറ്റർ ജെറ്റിന്റെ എക്കണോമിക്സ് ആണ്. ഉം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡ്രോൺ വെടിവെച്ചിടാൻ ഇറാൻ എങ്ങനെ സാധിച്ചു? ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തന്നെ അമേരിക്ക ഈ കഴിഞ്ഞ ഏതാണ്ട് 3 മാസം ആയിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധത്തിൽ പലയിടത്തുമുള്ള പ്രതിരോധ റഡാറുകളും അതുപോലെ മിസൈൽ ബാറ്ററികളും ഒക്കെ തകർത്തതായിട്ടാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. പക്ഷെ അങ്ങനെ ഇരിക്കലും ഇങ്ങനെ ഒരു ദുരന്തം അമേരിക്കയ്ക്ക് ഉണ്ടായത് എങ്ങനെയാണ്? അമേരിക്ക എപ്പോഴും അവകാശപ്പെട്ടിരുന്നത് അമേരിക്കയ്ക്ക് പൂർണ്ണമായ ആകാശ മേധാവിത്വം, എയർ സുപ്പീരിയോറിറ്റി അമേരിക്ക കൈവരിച്ചിരിക്കുന്നു എന്നാണ്. ഇവിടെയാണ് ഈ പുതിയ വ്യോമ പ്രതിരോധ സംവിധാനമായ അറാഷ് ഇ കമാംഗിർ എന്ന എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ കുറിച്ച് ഉള്ള വാർത്തകൾ പുറത്തു വരുന്നു. അറാഷ് എന്നത് ചരിത്രപരമായി പൗരാണികമായ ഇറാന്റെ സൊറാഷ്ട്രിയൻ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു വലിയ പോരാളിയാണെന്നാണ്. അങ്ങനെ ഒരു മിത്തായിരിക്കാം, അങ്ങനെ ആൾ ജീവിച്ചിരുന്നോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അങ്ങനെ ഒരു മിത്ത് ഇറാനിൽ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. അയാൾ ഏറ്റവും വലിയ ഒരു വില്ലാളിയാണെന്ന്. ഇന്ത്യയിൽ എങ്ങനെയാണ് അർജുനൻ എന്ന വില്ലാളിയെ കുറിച്ചുള്ള കഥകളുള്ളത്, അല്ലെങ്കിൽ കർണനെ കുറിച്ചുള്ള കഥകളുള്ളത്, അതുപോലുള്ള കഥകൾ ഒരുപക്ഷെ നിറം പിടിപ്പിച്ച കഥകളാവാം. അത് ഇറാനിയൻ ജനതയുടെ മനസ്സിലുണ്ട്. ആ പേരാണ് അവർ ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് കൊടുത്തിരിക്കുന്നത്. ഈ അറാഷി കമാംഗിർ അത്ര വലിയ ആധുനിക സംവിധാനങ്ങളൊന്നുമുള്ള ഒരു വ്യോമ പ്രതിരോധ സംവിധാനമല്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ പിന്നെ ഇതെങ്ങനെ ഇത് ഒരു ഡ്രോണിനെ വെടിവെച്ചിട്ടു എന്നൊരു ചോദ്യമുണ്ട്. അവിടെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതായത് ടെക്നോളജിക്കലി അത്ര വലിയ അഡ്വാൻസ്ഡ് ഒന്നും അല്ലെങ്കിലും ഇതിന് സ്വാഭാവികമായിട്ടുള്ള ചില മേൽക്കൈകൾ ഈ സംവിധാനത്തിനുണ്ട്. അതായത് ഈ സംവിധാനം മാൻ പോർട്ടബിൾ പോലാണ്. അതായത് ഒരാൾക്ക് വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോകാം. അത്ര വലിയ ഭാരമൊന്നുമുള്ള ഒരു മിസൈൽ സിസ്റ്റം അല്ല. ഇത്തരം മിസൈലുകൾ ആകാശത്തിലേക്ക് വിക്ഷേപിച്ചാൽ അത് ഒരു ഡ്രോൺ പോലെ ആകാശത്തിൽ കുറച്ചു നേരം ചുറ്റിക്കറങ്ങി നടക്കും. എന്നിട്ട് ഹീറ്റ് സീക്കിംഗ് സെൻസറുകൾ ഉപയോഗിച്ച്, അതായത് അതുവഴി ഏതെങ്കിലും ഡ്രോണോ മിസൈലോ ഒക്കെ വരുവാണെങ്കിൽ അതിൻ്റെ ഒരു ചൂട് തിരിച്ചറിഞ്ഞ് ഇതിലെ ഈ മിസൈല് അല്ല ഇതിൻ്റെ ഈ ഇന്റർസെപ്റ്റർ മിസൈല് അതിനെ പോയി ആക്രമിച്ച് നശിപ്പിക്കും, സ്വയം പൊട്ടിത്തെറിക്കുകയും ചെയ്യും. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. ഒന്നുകിൽ ഇലക്ട്രോ ഓപ്റ്റിക്കൽ, അതായത് ഈ ശത്രു യാനത്തെ ഇത് ഓപ്റ്റിക്കൽ സെൻസറുകൾ വഴി തിരിച്ചറിയുന്നു. അതല്ലെങ്കിൽ ഹീറ്റ് സീക്കിംഗ് സെൻസറുകൾ, ഇൻഫ്രാറെഡ് സെൻസർ. ഇതൊക്കെ പഴയ കാലത്തെ മിസൈലുകളിൽ ഉണ്ടായിരുന്ന ഒരു സംവിധാനമാണ്. പക്ഷേ ഇതിൻ്റെ ഈ ലോയിറ്ററിങ് കപ്പാസിറ്റി, അതായത് ഈ അന്തരീക്ഷത്തിൽ തന്നെ കുറച്ചു നേരം ചുറ്റിക്കറങ്ങാനുള്ള ഒരു കപ്പാസിറ്റിയാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ അത് കാരണം ഒരു മിസൈൽ ക്രൂഡായിട്ടുള്ള റഡാറുകളൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. റഡാറിൽ ഇത്തരം ഒരു ആക്രമണം വരുന്നു എന്ന മുന്നറിയിപ്പ് വരുമ്പോൾ തന്നെ ഇതങ്ങ് വിക്ഷേപിക്കുകയാണ്. അപ്പോൾ ഇത് ആകാശത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ശത്രുവിൻ്റെ ഡ്രോൺ വരുമ്പോൾ ഇത് നിശ്ചയമായിട്ടും ഇത് ആക്രമിക്കും. ഇത് റഡാറിൽ ഇപ്പോഴത്തെ സംവിധാനങ്ങളൊന്നും അല്ല, അങ്ങനല്ല. റഡാറിൽ കൃത്യമായിട്ട് ഈ ശത്രുവിൻ്റെ വിമാനമാകട്ടെ, ഡ്രോൺ ആകട്ടെ, ഹെലികോപ്റ്റർ ആകട്ടെ ഒക്കെ റഡാറിൽ കൃത്യമായി സ്പോട്ട് ചെയ്യുമ്പോൾ ആ റഡാറിനോടനുബന്ധിച്ചിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ഇത് എപ്പോൾ മിസൈൽ വിക്ഷേപിക്കണം, ശത്രു വിമാനത്തിൻ്റെയോ ശത്രു ഡ്രോണിൻ്റെയോ ഒക്കെ വേഗത എത്രയാണ്, ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് നിശ്ചയിക്കുന്നത്. ഇതിൽ മനുഷ്യന് വലിയ റോളൊന്നുമില്ല. പക്ഷേ ഈ സംവിധാനത്തിൽ അറാഷി കമാംഗറിൽ മനുഷ്യൻ തന്നെയാണ് ഇതെല്ലാം നിശ്ചയിക്കുന്നത്. പക്ഷെ വ്യത്യസ്തമാക്കുന്നത് ഇത് ഒരു സ്ഥലത്ത് ഫിക്സ്ഡ് അല്ല.
അങ്ങനെ ഫിക്സ്ഡ് ആണെങ്കിൽ ശത്രുവിന്റെ ആക്രമണത്തിന് വിധേയമാകാം. ഇത് സദാ ഇത് പിന്നെ മാറ്റിക്കൊണ്ടിരിക്കും, ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തോട്ട് മാറ്റും. അങ്ങനെയുള്ള ചെലവ് കുറഞ്ഞ ഒരു സാങ്കേതിക വിദ്യ ഇറാൻ ഒരുപക്ഷെ ഇറാനിന്റെ കൈവശം ഉണ്ടായിരുന്ന ഇത്തരം മിസൈലുകൾ അതൊന്ന് മാറ്റിയെടുത്തതായിരിക്കാം, അത് കുറച്ച് വാല്യൂ അഡീഷൻ ഒക്കെ നടത്തിയതായിരിക്കാം. എന്തായാലും ശരി, അമേരിക്കയെ ഇത് ഞെട്ടിച്ചിരിക്കുകയാണ്. ഇറാന്റെ ഒരു പ്രത്യേകത, ഇറാന് കഴിഞ്ഞ ഒരു അതായത് 1978 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം നിരന്തരമായിട്ട് അമേരിക്കയുടെ ഉപരോധങ്ങൾ പെട്ട് ഞെരിഞ്ഞമർന്ന ഒരു രാജ്യമാണ് ഇറാൻ. അങ്ങനെയുള്ള ഇറാന് തദ്ദേശീയമായിട്ട് അവൈലബിൾ ആകുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ച് ആണ് അവർ മിസൈലുകളും ഡ്രോണുകളും ഒക്കെ നിർമ്മിക്കുന്നത്. ഇത് കാരണം അവരുടെ സാങ്കേതിക വിദ്യ തദ്ദേശീയമാണ് ഒന്നാമത്തേത്. ഇനി അഥവാ പുറത്തു നിന്നുള്ള സാങ്കേതിക വിദ്യയുടെ സഹായം അവർക്ക് കിട്ടുന്നുണ്ടെങ്കിലും അത് തദ്ദേശീയ സാഹചര്യങ്ങൾക്ക് അനുസൃതമായി അത് മാറ്റിയെടുക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. ഇപ്പം ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്ന പോലെ ഈ ഉപരോധമാണ് യഥാർത്ഥത്തിൽ ഇറാനെ രക്ഷിച്ചത്. കാരണം അവര് ഈ ഉപരോധത്തിന്റെ പശ്ചാത്തലത്തിൽ എങ്ങനെ പിടിച്ചു നിൽക്കാം എന്നുള്ളതിന് സ്വന്തമായ ഒരു തന്ത്രം രൂപീകരിച്ചു. ഇത് ആണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഈ ഇറാനും അതുപോലെ തന്നെ യുക്രൈനും ഒക്കെ അവർ രണ്ട് കാര്യങ്ങൾ, ഒന്ന് എക്കണോമിക്സ് ഓഫ് വാർഫെയർ, രണ്ട് മിസൈൽ ഡിഫൻസിന്റെ പല ഘടകങ്ങളും സ്വന്തമായിട്ട് ഉണ്ടാക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ്, അതായത് ശത്രുവിനെ എതിരെ എൻഡുറൻസ്, പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് അവരുടെ മുഖ്യ ലക്ഷ്യം. ശത്രുവിനെ അങ്ങനെ ടെക്നോളജിയെ മാച്ച് ചെയ്യാൻ അവർക്ക് പറ്റില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. അപ്പൊ ശത്രുവിനെ പരിമിതമായ നമ്മുടെ ടെക്നോളജി ഉപയോഗിച്ച് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സും അവൈലബിൾ ടെക്നോളജി ഉപയോഗിച്ച് എങ്ങനെ ശത്രുവിൻ്റെ അതീവ സങ്കീർണമായ ആയുധങ്ങളെ സിമ്പിളായ ആയുധങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ നേരിടാം, ഇത് കൃത്യമായ ഒരു വാർ ഡോക്ട്രൈൻ അവർ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഇറാന്റെ നേതൃത്വത്തെ നശിപ്പിച്ചു. ഇപ്പം മറ്റ് ഗൾഫ് രാജ്യങ്ങളെ നോക്കുകയാണെങ്കിൽ സദാം ഹുസൈനെ സ്ഥാനം നഷ്ടപ്പെട്ടതോടുകൂടി ബാത്ത് പാർട്ടി ഈ ഇറാഖിൽ തകർന്നുപോയി. അതുപോലെ തന്നെ കേണൽ ഗദ്ദാഫിയുടെ സ്ഥാനം നഷ്ടപ്പെട്ടപ്പോൾ അതോടുകൂടി അദ്ദേഹത്തിന്റെ ഭരണകൂടവും അദ്ദേഹം രൂപപ്പെടുത്തിയ ആ ഒരു പ്രസ്ഥാനവും ലിബിയയിൽ തകർന്നുപോയി. ബാഷർ അൽ ആസാദിന്റെ കാര്യത്തിൽ അതുപോലെ ബാഷർ അൽ ആസാദ് പുറത്തു പോയതോടുകൂടി അദ്ദേഹത്തിന്റെ പാർട്ടിയും സിറിയയിൽ തകർന്നുപോയി. ഇതൊക്കെ തന്നെ സോഷ്യലിസ്റ്റ് പാർട്ടികളായിരുന്നു. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് മതാടിസ്ഥാനത്തിലുള്ള പാർട്ടികളല്ലായിരുന്നു. ഇവരാരും തന്നെ സദാം ഹുസൈനോ ബാഷർ അൽ ആസാദോ അല്ലെങ്കിൽ കേണൽ ഗദ്ദാഫിയോ ഒന്നും തന്നെ മതാടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ നേതാക്കൻ പിന്തുണ നേടിയെടുത്തവരല്ലായിരുന്നു. അവരൊക്കെ സോഷ്യലിസ്റ്റുകളായിരുന്നു. ഈ 1970-കളിലും ഒക്കെ ലോകത്തെ പ്രചോദിപ്പിച്ച വലിയൊരു ആശയമായിരുന്നു സോഷ്യലിസം, കമ്മ്യൂണിസം ഒക്കെ. അങ്ങനത്തെ ആ ഒരു ആശയത്താൽ പ്രചോദിതമായി രാഷ്ട്രീയമായിട്ട് മുന്നേറ്റം നടത്തിയവരായിരുന്നു അവരൊക്കെ. പക്ഷേ ഇറാന്റെ ഭരണകൂടം തികച്ചും വ്യത്യസ്തമാണ്. അതൊരു തിയോക്രസിയാണ്. തിയോക്രസി എന്ന് പറഞ്ഞാൽ മതത്തിന്റെ പിന്തുണ, മതത്തിന്റെ ഫിലോസഫിയാണ് അവരുടെ ഗൈഡിങ് സിസ്റ്റം. അതിനെ അത്ര എളുപ്പം തകർക്കാൻ പറ്റില്ല. കാരണം അവിടെ ഈ ഫിലോസഫി ഈ വ്യക്തി ഉണ്ടാക്കിയതല്ല, ആ വ്യക്തി ആ ഫിലോസഫിയുടെ ഉൾക്കൊണ്ടതാണ്. അവിടെ ഫിലോസഫി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇറാന്റെ ഷിയ ആശയങ്ങൾ, ജൂറിസ്പ്രുഡൻസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അവരുടെ ആശയങ്ങൾ, അതിനെ അങ്ങനെ അമേരിക്കയ്ക്ക് ബേസിക് ആയിട്ടുള്ള അതിനെ ഇല്ലാതാക്കാനൊന്നും അമേരിക്കയ്ക്ക് പറ്റിയിട്ടില്ല. അമേരിക്ക ഖമനയെ വധിച്ചു, അദ്ദേഹത്തിന്റെ മകൻ അതായത് അലി ഖമനിയെ വധിച്ചു. അതിനുശേഷം മകൻ മുസ്താബായ ഇപ്പൊ എവിടെയാണെന്നോ അദ്ദേഹത്തിന്റെ ഒരു ശാരീരിക ആരോഗ്യസ്ഥിതി എത്ര ആണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷേ എങ്കിലും ഭരണകൂടം തകർന്നിട്ടില്ല. ടോപ്പ് ലെവലിലെ എല്ലാ നേതാക്കന്മാരെയും ഇല്ലാതാക്കി, സെക്കൻഡ് ലെവൽ നേതാക്കന്മാരെ ഇല്ലാതാക്കി. പക്ഷെ എന്നിട്ടും ഭരണകൂടം തകരുന്നില്ല. ഒരാൾ മാറുമ്പോൾ ആ സ്ഥാനത്തേക്ക് വേറൊരാൾ കയറി. അത് ഈ തിയോക്രസിയുടെ ഒരു പ്രത്യേകതയാണ്. കാരണം തിയോക്രസിയിൽ അടിസ്ഥാന ലോയൽറ്റി മതവിശ്വാസത്തോട് തന്നെയാണ്. തിയോക്രസിയിൽ വ്യക്തിയോട് ആ അത്രയധികം ലോയൽറ്റി ഒന്നുമില്ല. അപ്പോൾ ആ കാരണത്താൽ തന്നെ ആരെയും ആ വിശ്വാസത്തിന്റെ ആ ഒരു സംവിധാനത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആരെയും അവർ നേതാവായിട്ട് അംഗീകരിക്കും.
അതിന് അവിടെ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു സങ്കീർണമായ ഒരു രാഷ്ട്രീയ സിസ്റ്റത്തിനോടാണ് ഇറാനിൽ അമേരിക്ക എതിരിടുന്നത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വർഷങ്ങളുടെ ഉപരോധം ഇറാനെ സ്വന്തം ടെക്നോളജി ഉണ്ടാക്കുന്നതിൽ അതിലെ സ്വയം പര്യാപ്തത നേടിക്കൊടുത്തു. മതഭരണകൂടമാണെങ്കിലും ടെക്നോളജിയുടെ കാര്യത്തിൽ അവര് പിന്നെ അത് വേണ്ടെന്നൊന്നും വെച്ചിട്ടില്ല. ശാസ്ത്ര പഠനത്തിലും അവര് അത് വേണ്ടെന്ന് വെച്ചിട്ടില്ല. അത് ഒരു വ്യത്യസ്തതയാണ്. ഇപ്പം ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് ഒക്കെ അതുപോലുള്ള തീവ്രവാദ സംഘടനകൾ ഈ ശാസ്ത്ര പഠനം പോലും അവരെ വേണ്ടെന്ന് വെക്കുകയാണ്, വിദ്യാഭ്യാസം പോലും വേണ്ടെന്ന് വെക്കുകയാണ്. ഇറാനിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇറാനിൽ വിദ്യാഭ്യാസവും പഠനവും ഒരു ഭാഗത്തും മതത്തിന്റെ തിയോളജി മറ്റൊരു ഭാഗത്തുമായിട്ട് രണ്ടും കോഎക്സിസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരുപോലെ അതിനെ നിലനിർത്താൻ ഭരണകൂടത്തിന് സാധിച്ചു എന്നുള്ളത്. അങ്ങനെ ഒരു സങ്കീർണമായ ഒരു സിസ്റ്റം അവർ രൂപപ്പെടുത്തി. ഇറാന്റെ ആയുധങ്ങളൊക്കെ തന്നെ വളരെ ചെലവ് കുറഞ്ഞതും ചെറിയതും അതുപോലെ മൊബൈലുമാണ്. ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തോട്ട് നീക്കം ചെയ്യാവുന്നതാണ്. ഇത് വളരെ വേഗത്തിൽ ഇത് ലോഞ്ച് ചെയ്യും. അതുപോലെ ഇതിൽ ഈ സിസ്റ്റം അവർക്ക് നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചാൽ അവർക്ക് വലിയ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഇപ്പോൾ നേരിടുന്നത് അമേരിക്കയുടെ അമ്മ്യൂണിഷൻ വളരെ കുറവാണ് അമേരിക്കയ്ക്ക്. ഇപ്പോൾ അമേരിക്കയിലെ സ്വകാര്യ കമ്പനികളെ ഉപയോഗിച്ച് ഒരു വർഷം 2 ലക്ഷം ഡ്രോൺ നിർമ്മിക്കാനുള്ള ഒരു പദ്ധതി അമേരിക്ക രൂപപ്പെടുത്തിയിരിക്കുകയാണ്. അമേരിക്കയുടെ ചെലവ് കുറഞ്ഞ മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസും അതുപോലെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് ഡ്രോണുകൾക്കും പകരമായിട്ട് ഇറാന്റെ ലോങ് റേഞ്ച് സൂയിസൈഡ് ഡ്രോണുകൾ, ഇപ്പം ഷഹീദ് ഡ്രോണുകൾ അതുപോലെയൊക്കെയുള്ള സൂയിസൈഡ് ഡ്രോണുകൾ വലിയ വിജയമാണ്. കാരണം ഇപ്പോഴും അമേരിക്കയുടെ ഈ കഴിഞ്ഞ ദിവസവും ബന്ദർ അബ്ബാസ് തുറമുഖത്തിന് സമീപമുള്ള അമേരിക്കയുടെ താവളങ്ങളിലേക്ക് ഇറാൻ വീണ്ടും ആക്രമണം നടത്തി. അതാണ് പിന്നെ മറ്റൊരു പ്രത്യേകത. അപ്പൊ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംവിധാനം തകരുമ്പോൾ മറ്റൊരു സംവിധാനം അവർ രൂപപ്പെടുത്തുന്നുണ്ട്. റഡാർ നെറ്റ്വർക്ക് ചോദിച്ചോളൂ. ഇതിനിടയിൽ ഇപ്പം ഇന്നലെ ANI അടക്കം പുറത്തുവിട്ടൊരു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം സാറ്റലൈറ്റ് ചിത്രപ്രകാരം 60ഓളം താവളങ്ങൾ ഇറാന് നഷ്ടപ്പെട്ടായിരുന്നു. അതിൽ 50ഓളം അവർ തിരിച്ച് കൊണ്ടുവന്നു എന്നുള്ളതും പോരാത്തതിന് നിലവിൽ അവരെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ രാജി ഇറാൻ മുമ്പാകെ സമർപ്പിച്ചു എന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇറാൻ മാധ്യമങ്ങൾ തന്നെയാണ് ഔദ്യോഗികമായി പുറത്തു വിട്ടത്. പക്ഷേ ഇറാന്റെ ഔദ്യോഗിക ഭരണകൂടം ഈ സാധനം സമ്മതിച്ചിട്ടില്ല. പോരാത്തിന് വൈകുന്നേരങ്ങളിൽ മസൂദ് പെഷഷ്കിയാൻ തന്നെ ഇത്തരത്തിലില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഇറാന്റെ ഉള്ളിൽ തന്നെ മാധ്യമങ്ങൾ ഈ കാര്യം മുമ്പോട്ട് വരുന്നത്. അപ്പം ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്തായിരിക്കും? അത് എനിക്ക് തോന്നുന്നത് പെഷഷ്കിയാന് അത്ര വലിയ പ്രസക്തി ഒന്നുമില്ല ഇറാനില്. പെഷഷ്കിയാൻ രാജിവെച്ചാലും ഇല്ലെങ്കിലും ഇറാൻ ഭരണകൂടത്തിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. ഇറാന്റെ യുദ്ധം മുഴുവൻ നിയന്ത്രിക്കുന്നത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിന്റെ ഒരു സീനിയർ സംഘമാണ്. അവരുടെ ഒരു കളക്റ്റീവ് ലീഡർഷിപ്പിലാണ് ഈ യുദ്ധം നടക്കുന്നത്. അപ്പോൾ പെഷഷ്കിയാന് ഇതിനകത്തിൽ നേതൃപരമായ റോളൊന്നും ഇതിനകത്തിലില്ല. പെഷഷ്കിയാനോ അതല്ലെങ്കിൽ പാർലമെന്റ് സ്പീക്കറോ ഇവരൊക്കെയാണ് അവിടുത്തെ സൈനികേതര സിവിലിയൻ നേതാക്കന്മാർ. ഈ സിവിലിയൻ നേതാക്കന്മാർക്ക് അത്ര വലിയ റോളൊന്നും യുദ്ധത്തിലില്ല. യുദ്ധത്തെ നയിക്കുന്നത് സമ്പൂർണ്ണമായിട്ടും IRGCയുടെ ഒരു ടീമാണ്. ഇറാന്റെ സൈന്യത്തിന്റെയും ഒരു ടീം അവരുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാളുടെ ഒരു രാജിയോ മാറ്റമോ ഒന്നും യുദ്ധത്തിൽ ഇറാന്റെ ഒരു വീക്ക്നെസ് ആയിട്ട് ഞാൻ കാണുന്നില്ല. പിന്നെ ഇറാന്റെ ആയുധപ്പുരകളും അതുപോലെ തന്നെ മറ്റ് സൈനിക കേന്ദ്രങ്ങളോ ഒക്കെ തകർക്കപ്പെട്ടു എന്ന് പറയുന്നത് അത് ശരിയാണ്. അമേരിക്ക 3 മാസമായിട്ട് അത് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് തകർക്കുമ്പോഴും ഇറാൻ ഒരു വലിയ രാജ്യമാണ്. ആ ഒരു വലിയ രാജ്യത്തോട് അങ്ങനെ ദീർഘനാൾ യുദ്ധം ചെയ്താലേ അമേരിക്കയ്ക്ക് അതുകൊണ്ട് ആ നേട്ടം ഒരു യുദ്ധ വിജയമാക്കി മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ സംഭവിക്കുന്നത് ഇറാന്റെ പല ആയുധപ്പുരകളും മറ്റ് കേന്ദ്രങ്ങളും അമേരിക്ക തകർക്കും. ഇറാന് മറ്റത് വീണ്ടും പുതുക്കി പണിയും. ഒരു ഭാഗത്തൂടെ കള്ളക്കടത്തായിട്ട് എണ്ണ വിൽക്കാൻ ഇറാന് സാധിക്കുന്നുണ്ട്. അത് കാരണം അവരുടെ സാമ്പത്തിക അടിത്തറയെ തകർക്കാൻ പറ്റുന്നില്ല. കാരണം ഇത്രയധികം എണ്ണ സമ്പത്തുള്ള ഒരു രാജ്യവും പ്രകൃതിവാതക സമ്പത്തുണ്ട്. അമേരിക്കയെ വെട്ടിച്ച് അവർ പലതും ചെയ്യുന്നുണ്ട്. ഇപ്പോഴാകട്ടെ ഹോർമൂസിൽ നിന്നും അവർ പിരിവ് നടത്തുന്നുണ്ട്. ഹോർമൂസിൽ നിന്ന് കടന്നു പോകുന്ന കപ്പലുകൾ ഒരു കപ്പലിന് $3 മില്യൺ വെച്ചിട്ടാണ് അവർ പിരിച്ചെടുക്കുന്നത്. അപ്പം ധനസ്രോതസ്സുകളെ തടയാൻ അമേരിക്കയ്ക്ക് പറ്റിയിട്ടില്ല. ഇതാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ പരാജയം. അതിൻ്റെ ഒരു കാരണം
ഈ എണ്ണ അതിൻ്റെ ആവശ്യം ഒരിക്കലും ആ, നിർത്താൻ പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ അടിസ്ഥാന ഘടകങ്ങൾ, ഇപ്പം നമ്മുടെ സമയം തീരാറായെന്നുള്ളൊരു സൂചന എനിക്ക് കിട്ടി. ഉം. അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു യുദ്ധം അങ്ങനെ പെട്ടെന്ന് തീരാൻ പോകുന്നില്ല. അമേരിക്കയ്ക്ക് ഇതിൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കണമെങ്കിൽ ഒരു ദീർഘകാല യുദ്ധതന്ത്രവുമായിട്ട് അമേരിക്ക രംഗത്ത് വരും. ഇപ്പോഴുള്ള വാർ ഡോക്ട്രെയിൻ അമേരിക്കയുടെ ലക്ഷ്യം സാധിച്ചെടുക്കാൻ ഒട്ടും തന്നെ പര്യാപ്തമല്ല. ഇറാന് സ്വന്തം ആയുധങ്ങൾ പുതുതായിട്ട് തന്നെ അവർ മെച്ചപ്പെടുത്തുന്നുണ്ട്. കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ മെച്ചപ്പെടുത്തുകയും യുദ്ധത്തിന്റെ സാമ്പത്തിക വശം അവർ പൂർണ്ണമായിട്ടും അതിൽ അവർ മേൽക്കൈ നേടുകയും ചെയ്യും. ചെലവ് കുറഞ്ഞ ആയുധങ്ങൾ കൊണ്ട് അമേരിക്കയുടെ യുദ്ധം ചെലവേറിയതാക്കി. ഇത് പിടിച്ചു നിൽക്കണമെങ്കിൽ അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും തൽക്കാലം അമേരിക്ക ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു അഭിപ്രായം. കൂടുതൽ വിശദാംശങ്ങളുമായി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും പ്രേക്ഷകരെ കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.